നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നിറം മഞ്ഞയാണ്. ഫുട്ബോൾ ലോകത്തിന് ഇന്നൊരു മഞ്ഞ നിറമാണ്. കാരണം ബ്രസീൽ എന്ന ഫുട്ബോൾ രാജാക്കന്മാർ തുടരെ കാലിടറി വീണെടുത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റിരിക്കുന്നു. ഇടക്കാലത്തുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയറിലും കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിലുമായിട്ട് 4 മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയമില്ലാതെ കടന്നുപോയ ആ സമയത്തിന് ശേഷം മികച്ചൊരു വിജയം നേടിക്കൊണ്ട് കോപ്പ അമേരിക്കയിൽ തിരികെ വന്നിരിക്കുന്നു. ആദ്യ കളി കോസ്റ്റാറിക്കയോട് സമനില, ഇപ്പോൾ പരാഗ്വയോട് 4-1 വിജയം. പതിറ്റാണ്ടിന് ശേഷമാണ് പരാഗ്വയോട് 90 മിനിറ്റിനുള്ളിൽ ബ്രസീൽ വിജയിച്ചായിരുന്നത്. അങ്ങനെയും ഒരു കാര്യമുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷകൾ ബ്രസീലിയൻ ആരാധകർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പരാഗ്വയ്ക്കെതിരെയുള്ള ഈ ഒരു മത്സരം കടന്നുപോയിരിക്കുന്നത്. എല്ലാം ശരിയായിരുന്നോ ബ്രസീലിന്? അങ്ങനെ ഒരിക്കലും അല്ല എന്ന് പറയേണ്ടി വരും. എങ്കിലും ഈ വിജയം നൽകുന്ന ഊർജം വലുത് തന്നെയാണ്. ബ്രസീലിൻ്റെ കളി ആദ്യ പകുതി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതിനുശേഷം എങ്ങനെ പുരോഗമിച്ചു, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മത്സരത്തിൽ മാറ്റങ്ങളുമായിട്ടാണ് കോച്ച് ടീമിനെ ഇറക്കിയത്. ഇന്നലെ നമ്മൾ ബ്രസീൽ ടീം ക്യാമ്പിലെ വിശേഷങ്ങൾ പറഞ്ഞ വീഡിയോയിൽ ആ മാറ്റങ്ങളുടെ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. സാവിഞ്ഞോയെ മുന്നേറ്റത്തിൽ റാഫിഞ്ഞയ്ക്ക് പകരം ആദ്യ 11 വെൻഡലിനെ ഇടതുപാർശ്വത്തിൽ ഡിഫൻസിൽ ഇറക്കുകയും ചെയ്തു. സോ ഡാനിലോ, എദർ മിലിറ്റാവോ, മാർക്കിനോസ്, വെൻഡൽ, ഇതായിരുന്നു ഡിഫൻസ്. ബ്രൂണോ ഗുയിമറസും ജാവോ ഗോമസും മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ലുക്കാസ് പക്വേറ്റ കളി മെനയാൻ, ഇരു പാർശ്വങ്ങളിലായിട്ട് വിനി ജൂനിയറും സാവിഞ്ഞോയും, മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് റോഡ്രിഗോ. ഇതാണ് കോച്ച് ടീമിനെ ഇറക്കിയ രീതി. ഗോൾ കീപ്പറായിട്ട് അലീസൺ. മത്സരത്തിൽ ശരിയാണ്, സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബോളിന് മേലുള്ള ആധിപത്യമൊന്നും ബ്രസീലിനുണ്ടായിരുന്നില്ല. കോച്ച് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. കളി കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. പക്ഷേ നല്ല രൂപത്തിലുള്ള അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് തൻ്റെ താരങ്ങൾ കളിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ചെസ് ബോർഡിൽ കരുക്കൾ നീക്കുന്ന പോലെ താരങ്ങൾ മാറ്റാതെ തന്നെ പലപ്പോഴും താൻ ടാക്ടിക്സ് മാറ്റിയതായിട്ടും അദ്ദേഹം പറയുന്നു. മെൻ്റലിനെ കുറച്ചുകൂടി ഇൻസൈഡാക്കി കളിപ്പിച്ചു. ഒരു മൂന്നാമത്തെ മധ്യനിര താരം എന്ന രൂപത്തിൽ അദ്ദേഹം കളിച്ചെന്നും, സാവിഞ്ഞോ ഐസൊലേറ്റഡ് ആയി പോയപ്പോൾ റോഡ്രിഗോയെ വലതു പാർശ്വത്തിലേക്ക് നീക്കിയെന്നും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കറിയാവുന്ന പോലെ പരാഗ്വയുടെ ഭാഗത്ത് ജൂലിയോ എൻസീസോ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുപോലെ അവരുടേതായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ബ്രസീലിയൻ ഏരിയയിലേക്ക് വന്നിരുന്നു. ഗോൾ കീപ്പർ ആലിസൺ ബെക്കറുടെ സേവുകൾ നമ്മൾ മറക്കാതിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കളിയാണ്. എല്ലാം പൂർണ്ണമായിട്ടും ബ്രസീലിൻ്റെ വരുതിയിലായിരുന്നു എന്നല്ല, മറിച്ച് ബ്രസീൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കളിച്ചൊരു കളി. അതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ആദ്യ പകുതിയിലെ കളിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആബ്സല്യൂട്ട്ലി വിനീഷ്യസ് ഇൻക്രെഡിബിൾ ആയിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ബ്രസീലിയൻ ടീമിന് വേണ്ടിയിട്ട് പുറത്തെടുത്ത ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതായിരിക്കണം. കോച്ച് ഡൊറിവാൾ ജൂനിയർ കളി കഴിഞ്ഞ ശേഷം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത്രയും മികച്ച പെർഫോമൻസ് ആണ് വിനിയിൽ നിന്ന് വന്നത്. അതേസമയം റോഡ്രിഗോ ആദ്യ പകുതി കഴിയുമ്പോൾ പുവർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ കളിയിൽ ഒരു നിലവാരം വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഗോളിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം, അതിനുശേഷം സാവിഞ്ഞോ ഗോൾ അടിച്ചത്, അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ നീക്കം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് മറക്കുന്നുമില്ല. ഇൻഡിവിജ്വലി അദ്ദേഹം ചില ഘട്ടങ്ങളിൽ ഇൻഡിവിജ്വൽ എഫേർട്ട് എടുത്ത് ഗുണകരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യ പകുതി കഴിയുമ്പോൾ ഒരു ഗ്രേറ്റ് ഫുട്ബോൾ തന്നെയാണ് ബ്രസീൽ കളിക്കുന്നത്. ഫൈനലി ഒരു 1 ടച്ച് പാസസ് ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പരാഗ്വയുടെ ഡിഫൻസിനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബോൾ പൊസിഷൻ കൈവശമുള്ളപ്പോഴൊക്കെ ആക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നു. ഇമ്പോർട്ടൻ്റ്ലി ബ്രസീൽ പ്രസ് ചെയ്യുന്നു. ആ ഒരു ഹങ്കർ ബ്രസീൽ ഷോ ചെയ്തിരുന്നു ആദ്യ പകുതിയിൽ എന്നുള്ളതാണ് ഈ കളിയിലെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. ദെൻ പരാഗ്വയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതിയിൽ അവർ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഗോൾ അടിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ മികച്ചൊരു ഗോളിലൂടെ അവരുടെ ഇൻറ്റൻഷനും വ്യക്തമാക്കി. അപ്പം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതിയിൽ ഒരു കളി 10-60 മിനിറ്റിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ പാത്തറ്റിക് എന്നൊരു ഫീലിംഗ് നമുക്ക് വന്നിട്ടുണ്ട് ആദ്യ പകുതിയെ അപേക്ഷിച്ച്. എങ്കിലും പിന്നെ ലൂക്കാസ് പക്കേറ്റയുടെ പെനാൽറ്റി ഗോൾ, അദ്ദേഹം ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി മിസ് ചെയ്തിരുന്നല്ലോ. എന്നിട്ട് രണ്ടാം പകുതിയിൽ അദ്ദേഹം തന്നെ പെനാൽറ്റി എടുത്തു. വിനിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഹാട്രിക് ആയേനെ. പക്ഷേ പക്കേറ്റ തന്നെ പെനാൽറ്റി എടുത്ത് ഗോളാക്കി. ആ ഗോളാണ് പിന്നെ രണ്ടാം പകുതിയിൽ ബ്രസീലിൻ്റെതായിട്ട് വന്നത്. 4-1 വിജയത്തിലേക്ക് ബ്രസീൽ പോകുന്നു. അപ്പം സ്റ്റിൽ കംപ്ലീറ്റ്ലി കൺവിൻസിങ് ആയിട്ടുള്ളൊരു വിജയമാണ് എന്നൊന്നും വാദമില്ല. അങ്ങനെ വാദിക്കുന്നതിൽ അർത്ഥവുമില്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ കളികളിൽ നിന്ന് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്.
ബ്രസീലിൻ്റെ ടീമിൻ്റെ മാറ്റ് ശരിക്കും തെളിയിക്കപ്പെടേണ്ടത് അടുത്ത കളിയിലാണ്. കൊളംബിയ ശരിക്കും ബ്രസീൽ ഒരു ടെസ്റ്റ് തന്നെയാണ്. ബ്രസീൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന മത്സരം കൊളംബിയക്കെതിരെയുള്ള കളിയായിരിക്കും. ഇതാണ് നമ്മൾ കളി വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ കളി നമ്മുടേതായിട്ടുള്ള രീതിയിൽ, നമ്മളിപ്പം വലിയ ഫുട്ബോളിങ് എക്സ്പേർട്സ് ഒന്നും അല്ലല്ലോ, സാധാരണ ഫുട്ബോൾ പ്രേമികളാണ്, കളിയുടെ ആവേശത്തിൽ അങ്ങ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിവിടെ നമ്മുടെ നാട്ടിൽ വലിയ കളി വിലയിരുത്തുന്നവരൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്ന പോലെ അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എടുക്കുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ബ്രസീലിയൻ താരങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ വിലയിരുത്തുന്നു, ബ്രസീലിലെ പബ്ലിക് എങ്ങനെ താരങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആലിസൺ ബക്കർക്ക് കൊടുത്ത റേറ്റിംഗ്, ഗ്ലോബോ കൊടുത്ത റേറ്റിംഗ് 6.5 ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗും 6.5. സോ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സേവുകൾ ആദ്യ പകുതിയിൽ 14ാമത്തെ മിനിറ്റിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് മാത്രമല്ല, അദ്ദേഹം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ നടത്തി. 2 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ തന്നെ നടത്തി. സോ ആലിസണ് മികച്ചൊരു പ്രകടനം നടത്തിയ കളിയാണിത്. ഡിഫൻസിൽ വരുമ്പം ഡാനിലോക്ക് ഗ്ലോബ് കൊടുത്ത റേറ്റിംഗ് 6.5, പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗും 6.5. അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. എദർ മിലിറ്റാവോക്ക് അദ്ദേഹം തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി കളിക്കളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗ്ലോബോയും അതുപോലെ തന്നെ ബ്രസീലിയൻ പബ്ലിക്കും നൽകുന്ന റേറ്റിംഗ് 6.5. പിന്നെ ഗബ്രിയൽ മെഗല്ലസ് ഡിഫൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിരുന്നു. കളിയുടെ അവസാനമായതുകൊണ്ട് ഒരു റേറ്റിംഗിലേക്ക് നമ്മൾ പോകുന്നില്ല. ദെൻ മാർക്കിന്യോസ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, അദ്ദേഹമായിരുന്നു ഡിഫൻസിൽ എതിർ മിലിറ്റാവോക്ക് പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്. ഒരു ഹെഡർ ഗോള് വരാനുള്ള സാധ്യതയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും റോഡ്രിഗോയുടെ ആ കോർണറിൽ നിന്ന്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓൾമോസ്റ്റ് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ, ഗോളായില്ല. 6.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അത് ബ്രസീലിയൻ മാധ്യമവും അതുപോലെ തന്നെ പബ്ലിക്കും കൊടുക്കുന്ന റേറ്റിംഗ് അതാണ്. വെൻഡൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുന്നു. കുറച്ചുകൂടി ഒഫൻസീവായിട്ട്, ഡാനിലോയേക്കാൾ കുറച്ചുകൂടി ഒഫൻസീവായിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം ഡീപ്പറായിട്ട് ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്നുമുണ്ടായിരുന്നു. സോ എന്തായാലും അദ്ദേഹം മോശമല്ലാത്ത പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗും 6.5 ഗ്ലോബോയും പബ്ലിക്കും. ജാവോ ഗോമസ് മറ്റൊരു നല്ല പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. മിഡ്ഫീൽഡിൽ ആ ഒരു കോമ്പാറ്റീവ്നെസ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ സാധ്യമാകുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 6.5 അദ്ദേഹത്തിന് ഗ്ലോബോയും അതുപോലെ തന്നെ ബ്രസീലിയൻ പബ്ലിക്കും നൽകുന്ന റേറ്റിംഗ്. ബ്രൂണോ ഗുയിമേറസ് നല്ല ചില പാസുകൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. വിതൗട്ട് ദി ബോൾ അദ്ദേഹം ഡ്യുവൽസ് വിൻ ചെയ്യുന്നു. സോ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആദ്യ ഫസ്റ്റ് ബാച്ച് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസിൽ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു. 6.5 അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള റേറ്റിംഗ്. ഗ്ലോബോയും ബ്രസീലിയൻ പബ്ലിക്കും കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. പിന്നെ ഡഗ്ലസ് ലൂയിസ് എത്തിയിട്ടുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച സമയങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പാസുകളൊന്നും മിസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു താരത്തിൻ്റെ എക്സ്പൾഷൻ സംഭവിച്ചല്ലോ, റെഡ് കാർഡ് കൊടുത്ത് പുറത്തു പോയല്ലോ പരാഗ്വേയുടെ താരം. ആ ഒരു മൂവിൽ അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു. 6 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും പബ്ലിക്കും കൊടുക്കുന്ന റേറ്റിംഗ് 6. ലൂക്കാസ് പക്വേറ്റ ആദ്യം ആ പെനാൽറ്റി എടുത്തു, മിസ് ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ഗോള് വരുന്നത്. പിന്നെ രണ്ടാമത്തെ പെനാൽറ്റി അദ്ദേഹത്തിൻ്റെ എടുത്തു, ഗോളാക്കി. മോശമല്ലാത്തൊരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി കെയർഫുൾ ആവേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൽ എന്നൊരു തോന്നലും ഈ കളി സമ്മാനിക്കുന്നുണ്ട്. 8 അദ്ദേഹത്തിന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും അതുപോലെ പബ്ലിക്കും നൽകുന്ന റേറ്റിംഗ്. ആൻഡ്രസ് പെരീര സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിരുന്നു. വളരെ കുറച്ച് 15 മിനിറ്റ്സോളമാണ് അദ്ദേഹം കളിച്ചത്. വളരെ കുറഞ്ഞ ബോൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 5.5 അദ്ദേഹത്തിന് ബ്രസീലിയൻ മാധ്യമവും അതുപോലെ ജനങ്ങളും നൽകുന്ന റേറ്റിംഗ്. സാവിഞ്ഞോ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്റ്റാർട്ടറായിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗോള് കണ്ടെത്തുകയും ചെയ്തു. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗോൾ അടിക്കുകയും ചെയ്തു. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 7 അദ്ദേഹത്തിന് ഗ്ലോബോയും അതുപോലെ തന്നെ പബ്ലിക്കും നൽകുന്ന റേറ്റിംഗ്. റഫീഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നത്.
എന്തായാലും അദ്ദേഹത്തിന് 6 ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമവും ജനങ്ങളും നൽകുന്ന റേറ്റിംഗ്. വിനി ജൂനിയർ ഒരു പക്ഷേ ആദ്യ മിനിറ്റ് മുതൽ വിനി ആ ഒരു ആവേശം കാണിച്ച ബ്രസീൽ ജേഴ്സിയിൽ ആവേശം കാണിച്ച ആദ്യ മത്സരമായിരിക്കും ഇത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കളിക്കളത്തിൽ കാണുകയും ചെയ്തു. പരാഗ്വൻ ഡിഫൻസിൽ അദ്ദേഹം നിരന്തരം തലവേദനകൾ ഉണ്ടാക്കിയിട്ട് കളിയിലെ താരം വിനി തന്നെയാണ്. 8.5 ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും പബ്ലിക്കും അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ്. റോഡ്രിഗോ അദ്ദേഹത്തെ പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനേക്കാൾ ബിലോ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സ്റ്റിൽ എ ഗുഡ് പെർഫോമൻസ്. നമ്മളത് നേരത്തെ വിശദീകരണം ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർണർ കിക്കിൽ നിന്ന് അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലുള്ള കളി വന്നു എന്ന സംശയമാണ്. 6.5 റോഡ്രിഗോക്ക് ഗ്ലോബോയും ജനങ്ങളും നൽകുന്ന റേറ്റിംഗ്. എൻട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നത്. അദ്ദേഹം നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയധികം ബോൾ ഒരു ഫിനിഷ് ചെയ്യാവുന്ന പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗോളൊന്നും വന്നിട്ടില്ല. 6 അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് ബ്രസീലിയൻ മാധ്യമവും അതുപോലെ ജനങ്ങളും. പിന്നെ കോച്ച് ഡൊറിവാൾ ജൂനിയറിൻ്റെ കാര്യത്തിൽ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 6.5 കൊടുക്കുന്നത്. മോശമല്ലാത്ത രൂപത്തിലുള്ള ചേഞ്ചുകൾ അദ്ദേഹം നടത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് വരും മത്സരങ്ങളിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. 6.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അപ്പോൾ ഇതാണ് നമുക്ക് ബ്രസീലിൻ്റെ കളിയെക്കുറിച്ച് പറയാനുള്ളത്. ബ്രസീൽ സ്റ്റിൽ ഇംപ്രൂവ് ആവാനുണ്ട്, സംശയമൊന്നുമില്ല. എല്ലാം തികഞ്ഞ കളിയാണ് ഇന്ന് കളിച്ചതെന്നില്ല. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാണുന്നു, റിസൾട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരെ ഹാപ്പിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.